വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു എന്ന് സ്കോളേഴ്സ് പറയുന്ന ഫറോവയായിട്ടുള്ള റംസസ് രണ്ടാമൻ്റെ പിതാമഹൻ്റെ ടൂമ്പാണിത്. അപ്പോൾ ഈ മല തുറന്നുള്ള ഈ ഒരു പാതയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് നടക്കണം. കുത്തനെയാണ് ഈ ഒരു തുരങ്ക വഴിയുള്ളത്. ഇതിൻ്റെ കീപ്പേഴ്സാണ്. ഈ ടൂമ്പിൻ്റെ നമ്മൾ ഈ താഴെ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി വെച്ചിട്ടുള്ള കാഫിൻ എന്ന് പറയുന്നത്. ഒരു വലിയ റൂം പോലെ അതിന് ചുറ്റും ഇവരുടെ പലതരം ദൈവ സങ്കല്പങ്ങൾ വിശദമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഫാൽക്കൺ ഹെഡുള്ള ആ ദൈവം ഇവിടെ ലെക്ചറിലെ വളരെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു. മറ്റത് അമൂൺ എന്ന് പറയുന്ന ദൈവമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ വണ്ടിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന കൾച്ചർ അന്ന് വ്യാപകമായിരുന്നു. വണ്ടിൻ്റെ പലതരം ശില്പങ്ങളൊക്കെ ഇവിടെ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. ഇത് മുഴുവൻ ഈ ഒരു ടൂമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റംസസിൻ്റെ ശവകുടീരത്തിൽ 30ാമത്തെ തവണയാണ് വരുന്നത്. കൈറോയിൽ വരുന്ന എല്ലാവരും ഇങ്ങോട്ട് വരാറില്ല. ചരിത്രത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ആളുകളാണ് ഇങ്ങോട്ട് വരാറുള്ളത്. റംസീസ് ഒന്നാമൻ്റെ ശവകുടീരത്തിലാണ്. അപ്പോൾ നമ്മൾ ഓരോ ശവകുടീരത്തിലും വരുന്ന സമയത്തിട്ട് ഈ മമ്മിയിൽ വരുന്ന സമയത്ത് ആ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ചിലതിൽ ഇപ്പോൾ ഇതിൽ കാണുന്നത് കുറച്ചും കൂടി ഓൾഡ് വെർഷനാണ്. വലിയൊരു ഗ്രാനൈറ്റിൻ്റെ കല്ലാണ്. ഇപ്പോൾ ഈ മലയിലൊന്നും ഇത് കിട്ടുന്നില്ല, ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഇത് എല്ലാ മമ്മികളും ഇതുപോലെ തന്നെ ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും ഇതിനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രങ്ങളുടെ മുഴുവൻ രേഖകളായിട്ട് ഇവർ പരിഗണിക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ലേഖനം ചെയ്യപ്പെട്ട ചരിത്രങ്ങളുമാണ്.